നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിർണായക ചുവടുവയ്പിൽ. കരയിലൂടെ എത്തിച്ച ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തിന്റെ വികസന കവാടം തുറന്നുവെന്ന് ഗേറ്റ്വേ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിൽ മന്ത്രി സർബാനന്ദ സോനോവാൾ എത്തിയില്ല. വിട്ടുനിന്ന് മേയർ വി രാജേഷും രാജീവ് ചന്ദ്രശേഖർ എം.എൽ.എയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. മാസപ്പടിക്കേസിൽ മൂന്നാം തവണയും ഇ.ഡി. പരിശോധന. കോഴിക്കോട് ഉൾപ്പെടെ 8 ഇടങ്ങളിൽ റെയ്ഡ്. പി.എ. മുഹമ്മദ് റിയാസ് എം.എൽ.എയുടെ സുഹൃത്ത് നന്ദുലാലിന്റെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിന്റെയും വീടുകളിലും പരിശോധന. ഇ.ഡി. നടപടി മൂന്നാം തവണ. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM ജില്ലാ സെക്രട്ടറി എം. മെഹബൂബ്. നിയമസഭാ കയ്യാങ്കളി കേസിൽ LDF-ന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. 4 മുൻ UDF MLA-മാർക്ക് എതിരെയുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കി. MLA-മാരെ കുറ്റവിമുക്തരാക്കിയത് നാട്ടിക MLA ഗീതാ ഗോപി നൽകിയ കേസിൽ. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ BTech വിദ്യാർത്ഥി മിച്ചി മർമൂവിന്റെ ആത്മഹത്യയിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തം. കുടുംബത്തിന് നീതി കിട്ടണമെന്നും ആത്മഹത്യയിലേക്ക് നയിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും വിദ്യാർത്ഥികൾ. കോളേജ് സെക്രട്ടറിയുടെ വാഹനം തടഞ്ഞു. ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റയിൽ വയോധികനെ കൊലപ്പെടുത്തിയത് കൗമാരക്കാർ. പരവൂർ സ്വദേശികളായ 3 വിദ്യാർത്ഥികളും മരിച്ച ശിവൻകുട്ടിയുടെ ബന്ധുവായ 13-കാരിയും കസ്റ്റഡിയിൽ. കൊല നടത്തിയത് ഐഫോണും ബൈക്കുകളും വാങ്ങാനുള്ള പണത്തിനായെന്ന് സ്ഥിരീകരണം. ശ്രീലങ്കയ്ക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിനം മികച്ച ലീഡിനായി ഇന്ത്യ പൊരുതുന്നു. KL രാഹുലും ദേവദത്ത് പടിക്കലും ക്രീസിൽ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വമ്പൻ അട്ടിമറിയുമായി ഇന്ത്യയുടെ 21-കാരൻ ആയുഷ് ഷെട്ടി. നിലവിലെ ലോക ചാമ്പ്യൻ ചൈനയുടെ ഷി യുഗിയെ വീഴ്ത്തി ആയുഷ്. നിർണായക ചുവടുവയ്പിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കരയിലൂടെ എത്തിച്ച ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തിന്റെ വികസന കവാടം തുറന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്തിന്റെ അടുത്ത വികസനത്തിനായി ഇതുവരെ കാണാത്ത വേഗത്തിൽ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കും. ലോജിസ്റ്റിക് പാർക്ക് അടക്കം അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ഇതിനെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, നാടിൻ്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. അദ്ദേഹം ഈ ഓപ്പറേഷൻസിനെ കുറിച്ചും അതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ചും എല്ലാം സംസാരിച്ചത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റും ഇല്ലാതെ, ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റം, ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിൽ മന്ത്രി സർബാനന്ദ സോനോവാൾ എത്തിയില്ല. മേയർ വി രാജേഷും നേമം MLA രാജീവ് ചന്ദ്രശേഖറും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചടങ്ങിൽ നിന്ന് വിട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, വിഴിഞ്ഞത്തിന്റെ മുഖം മാറുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. വികസന കുതിപ്പിലാണ് വിഴിഞ്ഞം. അത് നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന ഒന്നുകൂടിയാണ്. പക്ഷേ ചടങ്ങിൽ നിന്ന് BJP അംഗങ്ങൾ വിട്ടുനിന്നു എന്നാണ് അറിയുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും BJP അംഗങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായാണ് അദ്ദേഹം വിട്ടുനിന്നത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ മേയർ ഉൾപ്പെടെയുള്ളവരും
MLAയും ഇതിൽ നിന്നും വിട്ടുനിന്നത് ഏറെ ശ്രദ്ധേയമായി. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച വിശദീകരണമൊന്നും ഇവർ നൽകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു അഭിമാന നിമിഷം എന്നാണ് മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. വ്യാപാര വ്യവസായ ലോകത്തേക്കുള്ള കവാടം വിഴിഞ്ഞത്ത് തുറന്നിരിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും കഴിഞ്ഞ സർക്കാരിനെ വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല. റോഡ് കണക്ടിവിറ്റി 10 വർഷം മുമ്പ് കൊണ്ട് തീർന്നിരുന്നുവെങ്കിൽ 100 ഇരട്ടി ഗുണം സർക്കാരിനും ജനങ്ങൾക്കും ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും പോർട്ടിൻ്റെ വികസനത്തിന് എല്ലാവിധ നടപടികളുമായി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കരമാർഗം എത്തിച്ച 2 കണ്ടെയ്നറുകളാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് നിലമേലിൻ്റെ ഭക്ഷണ സാധനങ്ങളും മറ്റൊരു കമ്പനിയുടെ ക്ലേ ഉൽപ്പന്നങ്ങളുമാണ് ഇന്നിപ്പോൾ കയറ്റുമതി ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ നിന്നും വിഴിഞ്ഞത്ത് നിന്നും കയറ്റുമതി ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ ഒരു നിലവിലിപ്പോൾ സംസ്ഥാനത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുന്നതിനുള്ള നടപടികളുമായാണ് മിഷൻ സമുദ്ര മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക്, സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന പദ്ധതികളാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുകയും തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. അതും വിഴിഞ്ഞം ലോകത്തിൽ. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വിഴിഞ്ഞത്തിന്റെ മുഖം മാറുകയാണ്. വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. നിയമസഭാ കയ്യാങ്കളി കേസിൽ CPM-ന് തിരിച്ചടി. വനിതാ MLA-മാരെ കയ്യേറ്റം ചെയ്തെന്ന കേസ് റദ്ദാക്കിയിരിക്കുന്നു. UDF MLA-മാരായ ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മുൻ നാട്ടിക MLA ഗീതാ ഗോപിയാണ് പരാതിക്കാരി. ഇതോടെ നിയമസഭാ കയ്യാങ്കളി കേസിൽ ഇനി ഒരു കേസ് മാത്രമാണ് നിലനിൽക്കുക. ഇടത് MLA-മാർ വിചാരണ നേരിടേണ്ടി വരും. ഈ കേസ് അടുത്ത മാസം 16-ന് തിരുവനന്തപുരം CJM കോടതി പരിഗണിക്കും. മാസപ്പടി കേസിൽ കോഴിക്കോട് അടക്കം 8 ഇടങ്ങളിൽ വീണ്ടും പരിശോധനയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് കോഴിക്കോട് പരിശോധന നടത്തുന്നത്. PA മുഹമ്മദ് റിയാസ് MLA-യുടെ അടുത്ത സുഹൃത്തും കോഴിക്കോട് DTPC കോർഡിനേറ്റർ ആയിരുന്ന സുഹൃത്തിന്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. രേഷ്മ, 8 ഇടങ്ങളിലാണ് ഇന്ന് മാസപ്പടി കേസിൽ രാവിലെ മുതൽ റെയ്ഡ് നടക്കുന്നത്. ഇത് 3-ാം തവണയാണ്. കോഴിക്കോട് എവിടെയൊക്കെയാണ് റെയ്ഡ് നടക്കുന്നത് നിലവിൽ? രാവിലെ നമ്മൾ നന്ദുലാലിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പരിശോധനയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നത്. ഇപ്പോൾ നിലവിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിൻ്റെ ഫ്ളാറ്റിലാണ് പരിശോധന നടക്കുന്നത്. നേരത്തെ നിഖിലിൻ്റെ കരുവന്തുരുത്തിയുള്ള വീട്ടിൽ പരിശോധന നടന്നിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഫ്ളാറ്റിലും പരിശോധന തുടരുകയായിരുന്നു. നിഖിലിനെ വിളിച്ചു വരുത്തുകയും ഫ്ളാറ്റിൽ എത്തിക്കുകയുമായിരുന്നു. അപ്പോൾ ഈ പരിശോധന 5 മണിക്കൂറോളം നീണ്ടു നിൽക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ CPM അംഗങ്ങൾ ഉൾപ്പെടെ വരെ എത്തുകയും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ PA മുഹമ്മദ് റിയാസിനെ ബന്ധപ്പെട്ട 4 സുഹൃത്തുക്കളുടെ ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് തുടരുന്നത്. ഈ റിയാസിനോടൊപ്പം സഹപാഠികളായിരുന്നവരായിരുന്നു ഇവർ. ഇവരുടെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. വീണയുടെ ഡയറിൽ നിന്നാണ് ഇവരുടെ വിവരങ്ങൾ ലഭിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന തുടങ്ങുന്നത്. നന്ദുലാൽ നമുക്കറിയാം DTPCയുടെ ഡെസ്റ്റിനേഷൻ മാനേജർ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വസതിയിലായിരുന്നു രാവിലെ മുതൽ ED സംഘങ്ങൾ പരിശോധന നടത്തിയിരുന്നത്. തൊട്ടു പിന്നാലെയാണ് നിഖിലിൻ്റെ വീട്ടിലേക്കും എത്തിയിരുന്നത്. നിഖിൽ DYFI മുൻ നേതാവ് കൂടിയാണ്. ഒപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാരവാഹി കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിന് മുന്നിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇതുൾപ്പെടെയുള്ള 4 ഒരു ഡെന്റൽ സ്ഥാപനം ഉൾപ്പെടെ 4 സ്ഥലങ്ങൾ, സഹപാഠികളുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പരിശോധന തുടരുകയാണ്. നിലവിൽ ഇത് വൈകുന്നേരം വരെ ഉണ്ടാകുമെന്നൊരു സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. മായ. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കോഴിക്കോട് തന്നെ. DGP S ശ്രീജിത്തിനെതിരായ വിജിലൻസ് അന്വേഷണം ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. കോടതി കേസ് പരിഗണിക്കുന്നതിനിടയിൽ DGP-ആയി സ്ഥാനക്കയറ്റം നൽകിയതിനായാണ് വിമർശനം. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, DGP S ശ്രീജിത്തിനെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കോടതി സൂചിപ്പിച്ചത്?
പ്രധാനമായും ഈ DGP ADGP ആയിരുന്ന ശ്രീജിത്തിന് വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുത്തത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരുന്നു. ഇതിൽ സർക്കാർ കുറച്ചുകൂടി സമയം ഹൈക്കോടതിക്ക് മറുപടി കൊടുക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രമോഷൻ തടയണമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നത്. ഇതിൽ ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം തന്നെ തിടുക്കപ്പെട്ട് ഇദ്ദേഹത്തിന് DGP സ്ഥാനക്കയറ്റം കൊടുത്തു. അത് സർക്കാരിന് അതിനുള്ള അധികാരമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും ഹൈക്കോടതിയുടെ ഒരു സർവൈലൻസിൽ ഇരിക്കുന്ന കേസായതുകൊണ്ട് അതിൽ തുടർന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ നേരത്തെയും ഇതുപോലത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് ഈ പ്രമോഷൻ കൊടുത്തത് ഇതെല്ലാം വിശദമായി കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത് ഹൈക്കോടതിയിൽ നിന്ന്. ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം. കൊലപ്പെടുത്തിയത് കൗമാരക്കാരുടെ സംഘമെന്നാണ് കണ്ടെത്തൽ. കൊല്ലം പരവൂർ സ്വദേശികളായ 3 വിദ്യാർത്ഥികളും ശിവൻകുട്ടിയുടെ ബന്ധുവായ 13-കാരിയും പോലീസ് കസ്റ്റഡിയിലാണ്. കൊലപ്പെടുത്തുന്ന ദൃശ്യം വീഡിയോ കോളിലൂടെ ശിവൻകുട്ടിയുടെ ബന്ധുവിനെ കൗമാര സംഘം കാണിച്ചുവെന്നും പോലീസ് പറയുന്നു. കൊല നടത്തിയത് മോഷണത്തിനായെന്നാണ് സ്ഥിരീകരണം. ശിവൻകുട്ടിയുടെ ബന്ധുവിന് ഐഫോൺ വാങ്ങാനും പരവൂർ സ്വദേശികളായ സുഹൃത്തുക്കൾക്ക് ബൈക്ക് വാങ്ങാനുമായിരുന്നു മോഷണം നടന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശിവൻകുട്ടിയെ കാലും കൈയും ബന്ധിച്ച നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. തൃശ്ശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന ധനസഹായമാണ് സുരേഷ് ഗോപി വിതരണം ചെയ്തത്. 9 സംഘങ്ങൾക്കായി 25 ലക്ഷം രൂപയാണ് കേന്ദ്രമന്ത്രി വിതരണം ചെയ്തത്. താൻ സന്തോഷത്തോടെ അല്ല ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ടൂറിസം സെക്രട്ടറിക്കെതിരെ സുരേഷ് ഗോപി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. നിരവധി തവണ താൻ മുൻ സെക്രട്ടറി ബിജുവിനെ വിളിച്ചെങ്കിലും പ്രതികരിച്ചില്ല. താൻ ചെയ്യാത്ത തെറ്റിന് രാഷ്ട്രീയത്തിന്റെ പേരിൽ അധമ പ്രവർത്തനം നടത്തി. വലിയ സന്തോഷത്തോടെയല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വലിയ തോതിലുള്ള ദുഃഖം, അതായത് ചെയ്യാത്ത തെറ്റിനും കുറ്റത്തിനും വെറും അധമ രാഷ്ട്രീയം ഉപയോഗിച്ച് മലിനപ്പെടുത്താൻ ശ്രമിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഉയർപ്പ് മാത്രമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോദിയുടെയും അമിത്ഷായുടെയും സുരേഷ് ഗോപിയുടെയും വീട്ടിൽ നിന്നല്ല ഈ ഫണ്ട് കൊടുക്കുന്നത്. ഇന്ത്യയുടെ ഫണ്ടാണ് കൊടുക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് പുലിക്കളി സംഘങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങളുടെ ഉത്സവമാണ് എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ഫണ്ട് കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് സൗത്ത് സോൺ കൾച്ചർ സെന്റർ വഴിയാണ് 1 ലക്ഷം രൂപ വെച്ചെന്നാണ് എൻ്റെ ഓർമ്മ കൊടുത്തു. ആ 1 ലക്ഷം രൂപ പോരാ എന്ന് നിശ്ചയിച്ച് 2-3 വർഷം ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നാണ് 50,000 രൂപ വെച്ച് ഓരോ ടീമിനും ഞാൻ കൊടുത്തത്. അപ്പോൾ ഈ പുലിക്കളി സംഘത്തോടും ആ സംസ്കാരത്തോടുമുള്ള പ്രണയം തുടങ്ങിയത് MP ആയതിനു ശേഷമല്ല. 9 സംഘങ്ങൾക്കായി 24 ലക്ഷം രൂപയാണ് കേന്ദ്രമന്ത്രി വിതരണം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ ലോഗോ പ്രദർശിപ്പിക്കാത്തതുകൊണ്ടാണ് ഫണ്ട് മുടങ്ങിക്കിടന്നത്. കളക്ടർ ശിഖ സുരേന്ദ്രൻ, നിജി ജസ്റ്റിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. മരണത്തിലേക്ക് നീങ്ങിയ 17-കാരിയുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് പോലീസിന്റെ ധീരമായ ഇടപെടൽ. മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനെ ചൊല്ലി മാതാവ് വഴക്കു പറഞ്ഞതിന് പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 17-കാരിയുടെ ജീവനാണ് പോലീസ് രക്ഷിച്ചത്. ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ SI മനോജിന്റെയും ഹോംഗാർഡ് ജ്യോതിയുടെയും സംയോജിത ഇടപെടലാണ് നിർണായകമായത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനെ ചൊല്ലി മാതാവ് വഴക്കു പറഞ്ഞതോടെയാണ് വീട്ടിൽ പ്രശ്നമുണ്ടായത്. അമ്മയുടെ സഹായ അഭ്യർത്ഥനയെ തുടർന്ന് ചടയമംഗലം പോലീസ് വീട്ടിലെത്തി. മുറിക്കുള്ളിൽ പെൺകുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ പോലീസ് സംഘം ഉടൻ വാതിൽ പൊളിച്ച് അകത്തു കയറി. 7 മിനിറ്റോളം CPR നൽകിയതിനു ശേഷം ആശുപത്രിയിൽ എത്തിച്ചാണ് ജീവൻ രക്ഷിച്ചത്. കണ്ണൂർ ചൊക്ലിയിൽ കാണാതായ +2 വിദ്യാർത്ഥിക്കായി അന്വേഷണം കാശിയിലേക്ക്. കുട്ടിയുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കാശിയിലേക്ക് വ്യാപിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പാലക്കാട്, ബാംഗ്ലൂരു, മൈസൂരു എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കുട്ടിയെ കാണാതായ പ്രദേശത്തിന് സമീപത്തെ 100-ലേറെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും സൂചനയൊന്നും ലഭിച്ചില്ല. തലശ്ശേരി ACP ഡോക്ടർ നന്ദഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓൺലൈൻ ഗെയിം പതിവാക്കുകയും പണം നഷ്ടപ്പെടുകയും ചെയ്തതോടെയാണ് പിതാവ് കുട്ടിയിൽ നിന്ന് ഫോൺ പിടിച്ചുവെച്ചത്. ഇതിനെ തുടർന്നാണ് ഈ മാസം 8-ന് ശിവസൂര്യ നാടുവിട്ടത്.
ഓണം അടുത്തതോടെ തൃശ്ശൂരിലും പൂവിപണി സജീവമായിരിക്കുന്നു. ഓണം മൂടിലാണ് ശക്തന്റെ തട്ടകം. പൂവിളിയും പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഒക്കെയായി ഓണത്തെ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ് തൃശ്ശൂർ. ആഘോഷങ്ങളെന്നും ഹരമാണ് തൃശ്ശൂരിന്. പൂരമായാലും ഓണമായാലും അത് പത്തരമാറ്റോടെ ആഘോഷിക്കും. 10 മുതൽ 10 ദിനം പൂക്കളം തീർത്ത ഓണം ആഘോഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും തൃശ്ശൂർക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ പൂവിപണിയും വർണ്ണാഭമായി മുന്നേറുകയാണ്. വില അല്പം കൂടുതലാണെങ്കിലും ഓണത്തിന്റെ മാറ്റു കുറയ്ക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് തൃശ്ശൂർക്കാർ പറയുന്നത്. ഞങ്ങൾ ഇതിലെല്ലാ പൂക്കളും പിന്നെ എക്സ്ട്രാ താമര അങ്ങനെ അതൊക്കെ വാങ്ങിക്കാറുണ്ട്. കളക്ഷൻ ഉണ്ട്, എല്ലാ കളക്ഷനും ഉണ്ട്. ഞങ്ങൾ അന്വേഷിക്കാറുള്ള പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. പ്രാവശ്യം വന്നിട്ടുണ്ട്, ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. മറ്റേത് ഫസ്റ്റ് ദിവസം തന്നെ എത്ര പൂക്കൾ ഉണ്ടാവാറില്ല, ഇപ്പം എല്ലാ പൂക്കളും വന്നിട്ടുണ്ട്. നാട്ടിലും നഗരത്തിലും പൂവിളികൾ ഉണർന്നതോടെ അതിർത്തികൾ താണ്ടിയാണ് വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന പൂക്കളെത്തുന്നത്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് തൃശ്ശൂരിൽ പൂക്കളെത്തുന്നത്. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുൻപിൽ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്താണ് ഇത്തവണയും പൂവിൽപ്പനയ്ക്ക് പ്രധാന വേദി ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച വലിയ ജനത്തിരക്കുണ്ടെന്നും മഴയില്ലാത്തതിനാൽ കച്ചവടം പൊടിപൊടിക്കുമെന്നാണ് വിശ്വാസമെന്നും പൂവ്യാപാരികൾ പറയുന്നു. പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്ക് ചെണ്ടുമല്ലി 2 കളറ്, ഓറഞ്ച്, മഞ്ഞ, പിന്നെ റോസ്, ആസ്റ്റർ 2 കളറ്, പിങ്ക്, വയലറ്റ്, പിന്നെ വെള്ള ജമന്തി, അതുപോലെ വാടാമല്ലി, ഒരു 5-8 തരം പൂക്കളുണ്ട്. പ്രാവശ്യം മഴയില്ലാതിരിക്കാൻ തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് മഴ പെയ്താൽ പോയി, ഇപ്പോൾ കുഴപ്പമില്ല, നല്ല അന്തരീക്ഷത്തിൽ ഇപ്പം നിൽക്കുന്നുണ്ട്. കിലോഗ്രാമിന് 1000 മുതൽ 120 രൂപ വരെ നിരക്കിലുള്ള പൂക്കൾ വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുസ്കിൻ വൈറ്റാണ് വിപണിയിലെ രാജാവ്. കിലോഗ്രാമിന് 1000 രൂപയാണ് വില. ചെണ്ടുമല്ലി, ഓറഞ്ച്, മഞ്ഞ, പനീർ റോസ്, ചുവന്ന റോസ്, മേരിഗോൾഡ്, വാടാർമല്ലി, ആസ്റ്റർ ബ്ലൂ, ആസ്റ്റർ പിങ്ക്, അരളി ഇങ്ങനെ നീളുകയാണ് പൂക്കളുടെ നിര. ഒപ്പം പൂവിന്റെ 100 രൂപ കിറ്റുകളും വിപണിയിൽ ഹിറ്റാവുകയാണ്. അമൃത ന്യൂസ്, തൃശ്ശൂർ. നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശപ്പോരിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മത്സരചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സമ്മാനത്തുകയിൽ അടക്കം വർധനവ് വരുത്തിയ ഇക്കുറി പുന്നമടയിൽ തുഴയേറിയുന്നത് 22 വള്ളങ്ങളടക്കം 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 71 വള്ളങ്ങളാണ്. ആ റിപ്പോർട്ട് കാണാം. വീണ്ടും ഒരു ജലോത്സവ കാലത്തിനു കൂടി പുന്നമടം തുറക്കുമ്പോൾ അരയും തലയും മുറുക്കി ക്ലബ്ബുകളും തുഴച്ചിൽ താരങ്ങളും അവസാനവട്ട പരിശീലനം കൊഴുപ്പിക്കുകയാണ്. പോരായ്മകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടും വിജയതീരമണയാൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞും അവർ ഓളപ്പരപ്പിൽ പോരിനിറങ്ങുമ്പോൾ ഇക്കുറി ആവേശം അലതല്ലുമെന്നുറപ്പ്. ജലമേളയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മത്സരചിത്രവും തെളിഞ്ഞു കഴിഞ്ഞു. സമ്മാനത്തുകയിലുൾപ്പെടെ വലിയ മാറ്റങ്ങളുണ്ടായ ഇക്കുറി 22 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റുവിൻ്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ആ ട്രോഫിക്കായി അംഗത്തിനിറങ്ങുന്നത്. പേരും പെരുമയും ചരിത്രവും പേറുന്ന പഴയ ജലരാജാക്കന്മാർക്കൊപ്പം ചില ന്യൂജൻ വള്ളങ്ങളും മത്സരരംഗത്തുണ്ട് എന്നതാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. 6 ഹീറ്റ്സുകളിലായി 22 ചുണ്ടൻ വള്ളങ്ങൾ അടുത്ത റൗണ്ടിലേക്കായി പോരാടുമ്പോൾ ഹീറ്റ്സ് മത്സരങ്ങളിൽ തന്നെ തീ പാറുമെന്നുറപ്പ്. ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ വിവിധ വിഭാഗങ്ങളിലായി ചുരുളൻ, വെപ്പ്, ഇരുട്ടുകുത്തി, തെക്കനോടി വള്ളങ്ങൾ കൂടി മത്സരത്തിനിറങ്ങുമ്പോൾ വള്ളംകളി പ്രേമികളെ കാത്തിരിക്കുന്നത് മികച്ച ജലോത്സവ വിരുന്ന് തന്നെയാകും. അമൃത ന്യൂസ്, ആലപ്പുഴ. MSF പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായി പരാതി. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പൽ ചികിത്സ തേടിയിരിക്കുന്നു. കണ്ണൂർ കല്ലിക്കണ്ടി NAM കോളേജിലാണ് പ്രതിഷേധത്തിനിടെ സംഘർഷം ഉണ്ടായത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. അധ്യാപന സമയത്ത് യൂണിയൻ ഭാരവാഹികൾ ക്ലാസുകൾ കയറി ക്യാമ്പയിൻ നടത്തുന്നത് അധ്യാപകൻ തടഞ്ഞിരുന്നു. ഇത് ചോദ്യം ചെയ്ത യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ഡാനിഷിനെ പുറത്താക്കാൻ കോളേജ് മാനേജ്മെന്റ് തീരുമാനിച്ചതിനെ തുടർന്നാണ് MSF പ്രതിഷേധം കടുപ്പിച്ചത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ അതിക്രമിച്ചെത്തിയ പ്രതിഷേധക്കാർ മർദ്ദിച്ചെന്നാണ് പരാതി. പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നും കലാലയത്തിന് അവധി നൽകിയിരിക്കുകയാണ്. കുപ്രസിദ്ധ
കുപ്രസിദ്ധ കുറ്റവാളിയെ 22 വർഷങ്ങൾക്ക് ശേഷം പിടികൂടി കണ്ണൂർ പോലീസ്. 2 കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ ക്രിമിനൽ പ്രതിയായ താവക്കര സ്വദേശി രാകേഷിനെയാണ് ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അവ്യക്തമായ ഫോട്ടോ AI സഹായത്തോടെ പുനർനിർമ്മിച്ചതിലൂടെയാണ് പ്രതിയെ തിരിച്ചറിയാനായത്. 2004 മാർച്ചിൽ കണ്ണൂരിനെ നടുക്കിയ കൊമ്പ്ര പ്രദീപൻ വധക്കേസിലെയും സെൻട്രൽ ജയിലിൽ വെച്ച് CPM നേതാവിനെ കൊന്ന കേസിലെയും പ്രതിയാണ് രാകേഷ്. കൊമ്പ്ര പ്രദീപനെ ബോംബെറിഞ്ഞ ശേഷം വടിവാളിനും മഴുവിനും വെട്ടിയാണ് കൊലപ്പെടുത്തിയത്. ജയിലിലായ രാകേഷും സംഘവും അവിടെ വെച്ച് CPM പ്രവർത്തകൻ വടകര സ്വദേശി KP രവീന്ദ്രനെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ജാമ്യത്തിലിറങ്ങിയ രാകേഷ് പിന്നീട് ബാംഗ്ലൂരിലെത്തി സാബു എന്ന പേരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കാലടി സംസ്കൃത സർവകലാശാലയിൽ 1 മാസമായി തുടരുന്ന സമരം ശക്തമാക്കാനൊരുങ്ങി SFI. കഴിഞ്ഞ ദിവസം VCക്കെതിരായ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ 4 SFI പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരു സംഘം വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും കയ്യേറ്റം ചെയ്തുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും ആരോപിച്ച് വൈസ് ചാൻസലർ സിസ തോമസ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം മെബിൻ ജോസ്, സർവകലാശാലയിലെ SFI പ്രവർത്തകരായ ബേസിൽ, യദു, ബിനീഷ് എന്നിവരാണ് റിമാൻഡിലായത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത ക്യാമ്പസിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറവ് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് SFI നടത്തിവന്ന സമരത്തിലാണ് VCക്ക് നേരെ കയ്യേറ്റം ഉണ്ടായത്. ഡൽഹിയിൽ CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത ബലപ്രയോഗം നടത്തിയിട്ടില്ല എന്ന് ഡൽഹി പോലീസ്. പാർലമെന്റ് മാർച്ച് അക്രമാസക്തമായതോടെയാണ് സമരക്കാരെ നിയന്ത്രിച്ചത് എന്നും ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ അറിയിച്ചു. ആണിവച്ച വടി ഉപയോഗിച്ചാണ് സമരക്കാർ പോലീസിനെ ആക്രമിച്ചത് എന്നും വാദം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, CJP സമരത്തിനിടെ ഉണ്ടായ സംഘർഷം, പോലീസും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് എന്താണ് സുപ്രീം കോടതിയെ അറിയിച്ചത് ഇന്ന്? സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ ഡൽഹി പോലീസ് വ്യക്തമാക്കിയത്. അതായത് പോലീസിന്റെ വാദം പരിശോധിക്കുമ്പോൾ ഡൽഹിയിൽ CJP സമരത്തിൽ പോലീസ് അമിതമായ ബലപ്രയോഗം നടത്തിയിട്ടില്ല. 20,000-നും 30,000-നും ഇടയിൽ ജനക്കൂട്ടം പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാനായി ജന്തർ മന്ദിറിലും പരിസരത്തും എത്തിയിരുന്നു. ഏകദേശം 5,000-ൽ കൂടുതൽ പോലീസുകാരാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പാർലമെന്റിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആ മാർച്ച് ബാരിക്കേഡുകൾ തകർത്ത് മുൻപോട്ട് പോകാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് ഇടപെട്ടത്. പിന്നീട് ഈ സംഘർഷത്തിലേക്ക് എത്തിയപ്പോൾ സമരക്കാരുടെ ഭാഗത്തു നിന്നാണ് ആണി ഉപയോഗിച്ചുള്ള വടി പോലീസിന് നേരെ ഉപയോഗിച്ചത് എന്ന വാദമാണ് ഡൽഹി പോലീസ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. അതേസമയം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നേരത്തെ വ്യക്തമാക്കിയത് ഈ ആണി അടിച്ച ലാത്തി ഉപയോഗിച്ച് പോലീസ് അടിച്ചെന്നും പിന്നീട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ഡൽഹി പോലീസ് തള്ളുകയാണ്. വിദ്യാർത്ഥികളാണ് ആദ്യം സംഘർഷം ഉണ്ടാക്കിയതെന്നും ബാരിക്കേഡ് തകർത്ത് പാർലമെന്റിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ആ റോഡിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് ബലം പ്രയോഗിച്ചത്. എങ്കിൽ പോലും അമിത ബലപ്രയോഗം ഈ സമരക്കാർക്ക് നേരെ നടത്തിയിട്ടില്ല എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ കോടതി അറിയിച്ചത്. ഏതായാലും ഇത്തരം സമരങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരു മാനദണ്ഡം ഈ കേസിനൊടുവിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെനീനാമ ജോസഫ് രാജിവെച്ചു. വ്യാഴാഴ്ച പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെയാണ് രാജി. 14-അംഗ ഭരണസമിതിയിൽ 8 അംഗങ്ങൾ ഒപ്പിട്ടാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്ന് വ്യക്തമായതോടെയാണ് സെനീനാമ രാജിവെച്ചത്. UDF 6, LDF 4, സ്വതന്ത്രർ 4 എന്നിങ്ങനെയാണ് കക്ഷിനില. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് അംഗം ഷെയ്സ് ജോസഫ് LDFന് വോട്ട് ചെയ്തതോടെയാണ് CPMലെ സെനീനാമ ജോസഫ് പ്രസിഡന്റായത്. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിലെ 4-ാം ദിനം മികച്ച ലീഡിനായി ഇന്ത്യ പൊരുതുന്നു. 178 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡുമായി ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യയുടെ തുടക്കം മോശമായിരുന്നു. യശസ്വി ജയ്സ്വാൾ റൺസ് എടുക്കാതെ പുറത്തായി. 150 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യക്ക് 336 റൺസിന്റെ ലീഡ് കടന്നു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. ഒട്ടേറെ വാർത്തകളുണ്ട്. വാർത്തകളെല്ലാം കാണാം. ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.